ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൊന്നെ ഇൻ പൊന്നെ. അപ്പോൾ പത്തരമാറ്റിലെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സ്ഥിരമായി സീരിയൽ കാണുന്നവർക്കൊക്കെ തന്നെ അറിയാം, ചന്തുമോളുടെ പേരും പറഞ്ഞിട്ട് ആദർശിനെ പലരും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളായി. അങ്ങനെ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതൊന്നും താങ്ങാൻ കഴിയാണ്ട് നയനിയാണെങ്കിൽ തൻ്റെ അച്ഛനോടും അമ്മയോടും ആദർശ് നിരപരാധിയാണെന്ന സത്യം തെളിയിക്കുകയാണ്. അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. കനകയ്ക്കും ഗോവിന്ദനും ആദർശിനോട് വളരെയധികം ബഹുമാനമായിരുന്നു. ആദർശിനെ ഭർത്താവായി കിട്ടിയത് നയനയുടെ ഭാഗ്യം കൊണ്ടാണെന്നും അതുപോലെ തന്നെ ആദർശ് യാതൊരു തെറ്റും ചെയ്യാത്ത ആളായിരുന്നു എന്നതായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞാണെന്നും ആ സത്യം മറച്ചു വെച്ചാണ് ആദർശ് നയനയെ വിവാഹം കഴിച്ചത് എന്ന് അറിഞ്ഞതോടുകൂടി അവരുടെ ഉള്ളിൽ ആദർശിനോട് വല്ലാത്തൊരു വെറുപ്പായി. അങ്ങനെ ആദർശിനെ കാണുമ്പോഴൊക്കെ കനകയാണെങ്കിൽ ആദർശിനോട് വളരെയധികം ദേഷ്യം കാണിക്കുകയും അതുപോലെ തന്നെ ആദർശിനെ വളരെയധികം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗോവിന്ദനും. തൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ നന്മയുള്ളത് നയനയ്ക്കാണെന്നും ആ നയനയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് ഗോവിന്ദന് വളരെയധികം വിഷമമുണ്ട്. അതുപോലെ തന്നെ ആദർശിനെ കാണുമ്പോൾ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാനൊക്കെ ഗോവിന്ദൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനന്തപുരിയിലാകട്ടെ ജലജയുടെയും അബിയുടെയും വാക്കുകൾ കേട്ടിട്ട് നവ്യ നിരന്തരം നയനയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ചന്തുമോള് തൻ്റെ കുഞ്ഞിനൊരു ബാധ്യതയാകുമെന്ന് കരുതിയിട്ട് ചന്തുമോളെ ഒരുപാട് ഉപദ്രവിക്കാനൊക്കെ നവ്യ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നവ്യയാണെങ്കിൽ നയനയുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കനകേനെ വിളിച്ച് പറയുന്നുണ്ട്. നയന ചന്തുമോളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, തൻ്റെ കുഞ്ഞിനെ അവളൊന്നും എടുക്കാറില്ല, ആ കുഞ്ഞിന് വേണ്ട കളിപ്പാട്ടങ്ങളൊന്നും അവൾ വാങ്ങിക്കൊടുക്കാറില്ല, സ്വന്തം ചേച്ചിയുടെ കുഞ്ഞായിട്ട് പോലും അവൾക്ക് അനന്തപത്മനാഭനോട് യാതൊരു താല്പര്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയാണെങ്കിൽ ഇങ്ങനെ നയനയുടെ കുറ്റങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന കനക പറയുന്നുണ്ട്, നയനയ്ക്കിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മോളെ, കുറച്ച് നാളായിട്ട് തന്നെ അവൾ സ്ഥിരബോധത്തോടെ അല്ല പെരുമാറുന്നത്. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുഞ്ഞിനെ അവളിങ്ങനെ താലോലിക്കുമോ? നാളെ അവളുടെ ജീവിതം എന്താകും എന്നുള്ള ചിന്ത പോലും അവൾക്കില്ല. നീ അതൊന്നും സാരമാക്കണ്ട, നിൻ്റെ അനിയത്തിയല്ലേ അവൾ, ഒരു കാലത്ത് നിനക്ക് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവളല്ലേ കൂടെ നിന്നത്, ഇന്നിപ്പോൾ നയനികയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നീയാണ് അവൾക്കൊപ്പം നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കനക നവ്യനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജലജയും അഭിയും കൂടിയിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് നയനയും നവ്യയും തമ്മിൽ തല്ലിക്കാനുള്ള സൂത്രങ്ങളെല്ലാം ഒപ്പിക്കുന്നുണ്ട്. ജലജ പറയുന്നുണ്ട് നവ്യയോട്, ഞാനും എൻ്റെ മോനും ഒക്കെ നിൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട്, നിനക്കും നിൻ്റെ കുഞ്ഞിനും വേണ്ട പ്രാധാന്യങ്ങൾ മുഴുവൻ ഞങ്ങൾ തരുന്നുണ്ട്, നീ എന്നെ വിട്ടേക്ക്. അഭിയെ കണ്ടില്ലേ, അവനിപ്പോൾ എന്തൊരു മാറ്റമാണ്, നിനക്കും നിൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ടാണ് അഭി ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. എന്നിട്ടും ആബിക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലും ഇവിടെ ആരും പരിഗണിക്കുന്നില്ല. നോക്കട്ടെ എന്ന് പറയുന്നതല്ലാണ്ട് അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ? ആദർശല്ലേ എല്ലാത്തിൻ്റെയും MD, അവൻ എന്താണ് അബിനെ വിശ്വസിച്ചിട്ട് ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചാലും ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും ഇല്ലാണ്ട് നടക്കുന്ന അനിക്ക് പോലും 3 ബ്രാഞ്ച് കൊടുത്തില്ലേ? ഇതിൽ തന്നെ നിനക്ക് മനസ്സിലാക്കാമല്ലോ, അബിയെയും ഇവിടെ നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. നീ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ വിട്. നയന നിൻ്റെ സ്വന്തം അനിയത്തിയല്ലേ, എന്നിട്ട് പോലും അവൾ നിൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ? അവൾക്ക് എപ്പോഴും ചന്തുമോൾ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്തോരം കളിപ്പാട്ടങ്ങളാണ് അവൾ വാങ്ങിക്കൊടുക്കുന്നത്, നിൻ്റെ കുഞ്ഞിനെ വേണ്ടിയിട്ട് അവൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ജലജയാണെങ്കിൽ ഓരോ ദിവസവും നവ്യനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നവ്യയ്ക്കാണെങ്കിൽ ചന്തുമോളോട് തീരാത്ത ദേഷ്യം ഉണ്ടാവണം. അങ്ങനെ നവ്യ ചന്തുമോളെ കാണുമ്പോഴൊക്കെ ആ കുഞ്ഞിനെ അവളെ കുറ്റപ്പെടുത്തുവാണ്. നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നീ നേരായ മാർഗ്ഗത്തിലല്ല ജനിച്ചത്, അതുകൊണ്ട് നീ ഇനി ഒരിക്കലും എൻ്റെയോ എൻ്റെ കുഞ്ഞിൻ്റെയോ അരികിലേക്ക് വരരുത്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്നത്തെ ദിവസം പോവും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനോട് വളരെ മോശമായിട്ടൊക്കെ നവ്യ പെരുമാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ദേവയാനിയും നയനയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യയാണെങ്കിൽ അവരോടും വല്ലാണ്ട് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ നവ്യയും നയനയും ആണെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ ശത്രുതയിലേക്ക് എത്തുവാണ്. ഇതെല്ലാം അറിയുന്ന കനകയാണെങ്കിലോ തൻ്റെ മക്കൾക്കിടയിൽ വീണ്ടും ശത്രുത വരാനുള്ള കാരണം ആദർശാന്ന് പറഞ്ഞിട്ട് ആദർശിനെ വിളിച്ച് വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആദർശിൻ്റെ സ്വഭാവം നല്ലതല്ലെന്നും ആദർശിന് മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലെന്നും താൻ ഇത്രയും കാലം നല്ലവനായിട്ട് അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കനക ആദർശിനെ വല്ലാണ്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തൻ്റെ മക്കളുടെ 2 പേരുടെയും ജീവിതമാണ് ഇപ്പോൾ ആദർശം താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അബിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് കരുതി സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ തലയിലാണ് നീ ഇത്രയും വലിയൊരു ഇടുത്തി കൊണ്ട് ഇട്ടത്. നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് എൻ്റെ നയന മോൾ ഇത്രയും കാലം എല്ലാം ചെയ്തത്. നിൻ്റെ അമ്മയുടെ ജീവൻ നിലനിർത്തിയത് പോലും എൻ്റെ മോളല്ലേ, എന്നിട്ടും നീ അവളോട് എത്ര വലിയ മഹാപാപമാണ് ചെയ്തത് ആദർശ്, ഇതിന് നിന്നോട് ദൈവം പോലും ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
കനക ആദർശിനെ കുറ്റപ്പെടുത്തിയിട്ട് കാള് കട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ ഇത് അറിയുന്ന നയനയ്ക്കാണെങ്കിൽ ആകെ കുറ്റബോധം തോന്നുകയാണ്. കാരണം അന്ന് നവ്യ കുഞ്ഞുമായിട്ട് വന്ന ദിവസം തന്നെ ആദർശ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയാൻ നിന്നതാണ്. പക്ഷേ മൂർത്തി മുത്തശ്ശനും നയനയും കൂടിയിട്ടാണ് ആദർശിനെ തടഞ്ഞത്. അപ്പം അതിൻ്റെ കുറ്റബോധമാണ് നയന വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ നയന തീരുമാനിക്കുകയാണ് ഇനിയും അച്ഛനോടും അമ്മയോടും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ എന്തിനാണ് ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാണ്ട് എല്ലാവരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കുന്നത്? അത് ഞാൻ കാരണമല്ലേ? അങ്ങനെ നയനയാണെങ്കിൽ ആദർശിനെയും കൂട്ടിയിട്ട് കനകേനെയും ഗോവിന്ദനെയും കാണാൻ പോവുകയാണ്. അങ്ങനെ കാണാൻ ചെല്ലുമ്പോഴാണെങ്കിൽ കനകയും ഗോവിന്ദനും ഒക്കെ നല്ല ദേഷ്യത്തിലായിരിക്കും. കനക ആദർശിനെ കാണുമ്പോൾ തന്നെ പറയും, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഇത് നീ വാങ്ങിത്തന്ന വീടാണ്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഇപ്പം നിന്നെ കാണാൻ യാതൊരു താല്പര്യവും ഇല്ല. നിന്നെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വെറുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് കനക വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണെങ്കിൽ നയന പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് അമ്മ മറന്നുപോയോ? അപ്പോൾ ഗോവിന്ദൻ പറയാണ്, മോളെ ആദർശപ്പൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ആദർശ് ഇപ്പോൾ ചെയ്ത ഈ ഒരു കാര്യം ആ എല്ലാ നല്ല കാര്യങ്ങളെയും ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനും വല്ലാണ്ട് വിഷമം പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ആദർശ് പറയാണ്, നിങ്ങൾ ആരും സത്യങ്ങൾ അറിയാതെയാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്നും കൂടി നിങ്ങളൊക്കെ കേൾക്കണമെന്ന് പറയുമ്പോൾ കനക പറയാണ്, ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട. അപ്പോൾ നയന പറയണം, അത് പറ്റില്ല അമ്മേ, കേൾക്കണം. നിങ്ങളെല്ലാവരെയും എല്ലാ സത്യങ്ങളും പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ആദർശേട്ടനും കൂടി ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്ത് സത്യമാണ് മോളെ? ഇപ്പോൾ അറിഞ്ഞതിനേക്കാൾ ഇനി എന്ത് വലിയ സത്യമാണ് ഞങ്ങൾക്ക് അറിയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നയന പറയും, അതെ അച്ഛാ, ഞങ്ങൾ അച്ഛനോടും അമ്മയോടൊക്കെ ചിലതൊക്കെ മറച്ചു വെച്ചു. അത് വലിയ തെറ്റായി പോയെന്ന് ഇപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ആ തെറ്റ് തിരുത്താനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയണം. അപ്പോൾ കനക പറയാണ്, തെറ്റ് ചെയ്തത് ഇവനല്ലേ? ഇവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് നീയും. എന്നിട്ട് നീ ഇവനെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയും, അമ്മയൊന്ന് സമാധാനിക്കമ്മേ, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിൽ ആദർശിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ DNA ടെസ്റ്റിൻ്റെ പേപ്പർ എടുത്തിട്ട് കനകയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അമ്മ ഇതൊന്ന് വായിച്ചിട്ട് അമ്മ ബാക്കി സംസാരിക്കുന്നു പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ കനകയാണെങ്കിൽ ദേഷ്യത്തോടെ ആണെങ്കിലും ആ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുകയാണ് കേട്ടോ. വായിച്ചിട്ട് കനക ആകെ ഷോക്കായി പോവുകയാണ്. അപ്പോൾ കനക ചോദിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് മോളെ? അപ്പോൾ നയന പറയാണ്, അതെ അമ്മേ, ചന്തുമോളെ ശരിക്കും ആദർശേട്ടൻ്റെ കുഞ്ഞല്ല എന്ന് പറയണം. അത് കേൾക്കുന്ന ഗോവിന്ദനാണ് ആകെ ഷോക്കായി പോവാണ്. നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്? അന്ന് അനന്തപുരിയിൽ വെച്ചിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ചന്തു ആദർശിൻ്റെ മകളാണെന്ന്? എന്നിട്ടിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പറയുന്നു ആ കുഞ്ഞ് ആദർശിൻ്റേതല്ല എന്ന്. അപ്പോൾ കനകയാണെങ്കിൽ ആ പേപ്പർ എടുത്തിട്ട് ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദനും അത് വായിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ആദർശ് പറയും, അന്ന് നവ്യ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് വന്ന ദിവസം തന്നെ എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ അതിനായിട്ട് ഞാൻ തയ്യാറായപ്പോൾ മുത്തശ്ശനും നയനയും കൂടിയിട്ടാണ് എന്നെ തടഞ്ഞത്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അഭി ഉറപ്പായിട്ടും ചന്തുമോളെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കും. അതുമാത്രമല്ല നവ്യയാണെങ്കിൽ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് കുഞ്ഞുമായിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആരോടും സത്യം പറയാതിരുന്നത്. അതുമാത്രമല്ല ചന്തുമോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അത്രയും നല്ലൊരു കുഞ്ഞ് അബിയുടെ മകളായി വളരുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ മകളായി തന്നെ വളരുന്നതല്ലേ അച്ഛന്ന് നയനയും ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ആകെ വിഷമിച്ച് ആദർശനോട് പറയാണ്, മോനെ, ഞങ്ങൾ സത്യങ്ങൾ അറിയാണ്ട് മോനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തി, മോനെ അപമാനിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. മോൻ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കനകയും വന്നിട്ട് പറയണം, മോൻ ഇത്രയും കാലം ഞങ്ങളോട് ചെയ്തു തന്ന സഹായങ്ങളെല്ലാം മറന്നിട്ടാണ് ഞാൻ സംസാരിച്ചത്. മോൻ എന്നോട് ക്ഷമിക്കണം. മോൻ എൻ്റെ മോളെ ചതിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല ഇത്രയും കാലം ഞങ്ങൾ ആദർശ് മോനെ മരുമകനായിട്ടല്ല മകൻ്റെ സ്ഥാനത്താണ് കണ്ടത്. അങ്ങനെയുള്ള ഒരാൾ തെറ്റ് ചെയ്തു എന്നറിയുമ്പോൾ ഞങ്ങൾക്കത് ഒരിക്കലും താങ്ങാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മാറി മാറി ആദർശിനോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല ഗോവിന്ദൻ പറയാണ്, നവ്യമോൾ ഇതൊന്നും അറിയാതെ അവിടെ ജീവിക്കുന്നത് ആർക്കും അത്ര നല്ലതല്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ നവ്യയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പറയണം. കനകയും അത് ശരിവെക്കുകയാണ്. അങ്ങനെ നയന പറയാണ്, ഇപ്പോൾ എന്തായാലും പറ്റില്ല അമ്മേ, ചേച്ചി അബിയെ വല്ലാണ്ട് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് പോയി ഈ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ചേച്ചിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ചേച്ചിയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ നമ്മളെല്ലാവരും വളരെ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ എന്ന് പറയാണ് നയന.